എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മുഖവില, സ്ഥാനവില, ആ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. അത് സംഭവം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റും. ഇതറിയില്ല എങ്കിൽ ആ ഒരു മാർക്ക് സിമ്പിളായിട്ട് കളയാനും നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിലുള്ള പ്രോബ്ലംസൊക്കെ ചെയ്തു നോക്കാം. എന്താണ് മുഖവില, എന്താണ് സ്ഥാനവില, എന്താണ് സ്ഥാനം എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിലാദ്യം പറയാനുള്ളത് ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖവില എന്താണെന്നുള്ളതാണ്. നമ്മളൊരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണ്. ഇതിൻ്റെ ഡെഫിനിഷനായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം. ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1ൻ്റെ മുഖവില എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതുപോലെ 123-ൽ 3ൻ്റെ മുഖവില എന്ന് പറയുന്നത് 123-ൽ 3ൻ്റെ മുഖവില എന്ന് പറയുന്നത് 3 തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഈ 2ൻ്റെ മുഖവില എത്രയാണ്? 2ൻ്റെ മുഖവില എന്ന് പറയുന്നത് 2 തന്നെയാണ്. അതുപോലെ 1ൻ്റെ മുഖവില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഒരു സംഖ്യയുടെ മുഖവില ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. നമ്മൾ എന്താ കാണുന്നത്, ആ സംഖ്യ തന്നെയാണ് അതിൻ്റെ മുഖവില എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2350. ഇതിൽ 3ൻ്റെ മുഖവില എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എത്രയായിരിക്കണം? 3 തന്നെയായിരിക്കണം. ഇത്രയേ ഉള്ളൂ മുഖവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം, 1, 2, 3, 4, 5, 6 എന്ന സംഖ്യയിൽ 4ൻ്റെ മുഖവില എത്ര? 4ൻ്റെ മുഖവില എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 4 തന്നെ ആയിരിക്കും. വേറെ വർത്താനമൊന്നുമില്ല. 4ൻ്റെ മുഖവില എത്രയെന്ന് ചോദിച്ചു, 4 തന്നെ. അപ്പോൾ ഇതാക്കുന്നത് 2, 8, 7, 9, 0, 6, 5 എന്ന സംഖ്യയിൽ 9ൻ്റെ മുഖവില എത്രയായിരിക്കും? 9 തന്നെ ആയിരിക്കും. അതിൽ വേറെ സംസാരമില്ല. ഇവിടെ എത്രയാണ് അത് തന്നെ ആയിരിക്കും അവിടെ. ഇവിടെ നോക്കൂ, 8, 9, 0, 2, 3, 7 എന്ന സംഖ്യയിൽ 2ൻ്റെ മുഖവില എത്രയായിരിക്കും? 2 തന്നെ ആയിരിക്കും. അപ്പോൾ മുഖവില എന്താണെന്ന് മനസ്സിലായല്ലോ. പഠിക്കാനുമില്ല അല്ലേ? ആ സംഖ്യ എത്രയാണോ അത് തന്നെയാണ് നമ്മുടെ മുഖവിലയായിട്ട് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇനി സ്ഥാനവിലയും സ്ഥാനമൊക്കെ നോക്കി നോക്കാം. നമ്മൾ മുഖവില എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ സ്ഥാനവില എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ സ്ഥാനവില എന്താണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6 എന്ന സംഖ്യയിൽ 4ൻ്റെ സ്ഥാനവില എത്ര? അപ്പോൾ സ്ഥാനവില പഠിക്കുന്നതിന് മുമ്പായിട്ട് സ്ഥാനം എത്രയാണ് കാണാൻ നമ്മൾ പഠിക്കണം. സ്ഥാനങ്ങൾ എന്താ പഠിക്കണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് സ്ഥാനം പറഞ്ഞു തുടങ്ങുക അല്ലേ? എത്രയൊക്കെ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത്? 1, 10, 100, 1000, 10000 അങ്ങനെയല്ലേ പറയുക? 10000, ലക്ഷം, 10 ലക്ഷം, കോടി. അങ്ങനെയാണ് നമ്മൾ സ്ഥാനങ്ങൾ പറയുക. എവിടെന്നാ പറയുക? ഇവിടെ നിന്ന് തൊട്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഇവിടുത്തെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 ഒറ്റയുടെ സ്ഥാനത്താണ്. 6. 5 10ൻ്റെ സ്ഥാനത്താണ്. 4 100ൻ്റെ സ്ഥാനത്താണ്. അങ്ങനെയാണ് പറയുക. മനസ്സിലായല്ലോ? 1, 10, 100, 1000, 10000, ലക്ഷം അങ്ങനെയാണ് പറയുക അല്ലേ? അത് നിങ്ങൾക്ക് അറിയാലോ. അതറിയുമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനവില കാണാൻ വളരെ സിമ്പിളാണ്. നമുക്ക് 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി ആ രീതിക്ക് പറയാൻ അറിയുമെങ്കിൽ, അതേ രീതിക്ക് ഇവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് എഴുതാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥാനവില കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നോക്കിക്കോ, സ്ഥാനം ഇവിടെ 4ൻ്റെ സ്ഥാനവില ചോദിച്ചേക്കണേ. 4ൻ്റെ സ്ഥാനവില എന്ന് പറയുമ്പോൾ ഇത് 1, ഇത് 10, ഇത് 100. ഇതെത്രയാ? 100. 4ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാ? 100. 4ൻ്റെ സ്ഥാനവിലയല്ല, സ്ഥാനം എന്ന് പറയുന്നത് 100ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? 4ൻ്റെ സ്ഥാനവില കാണാൻ വേണ്ടിയിട്ട് 4ൻ്റെ മുഖവില 4 അല്ലേ, അതിനോട് നമ്മൾ ഈ 100 അതിൻ്റെ സ്ഥാനത്തെ ഗുണിക്കുക. അപ്പോൾ എത്രയാ? 400. അതായത് 400 പിന്നെ ഒരു 56ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ 4ൻ്റെ സ്ഥാനവില ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ 4ൻ്റെ സ്ഥാനം നോക്കി, അത് 100ലാണ്. അപ്പോൾ അതിനോട് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മുഖവില 4നെ കൊണ്ട് ഗുണിച്ചാൽ മതി, 400. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? സ്ഥാനവില കാണാൻ പറഞ്ഞാൽ സ്ഥാനം ഗുണിക്കണം മുഖവില എന്നുള്ള രീതിക്ക് എടുക്കാം. നമ്മൾ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ സ്ഥാനം ഗുണിക്കണം മുഖവില എന്നുള്ള രീതിക്ക് എടുക്കാം. ഇനി അടുത്ത ചോദ്യത്തിൽ നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ചോദ്യം നോക്കാം. 2, 8, 7, 9, 0, 6, 5 എന്ന സംഖ്യയിൽ 9ൻ്റെ സ്ഥാനവില എത്ര? 9ൻ്റെ സ്ഥാനവില ചോദിച്ചു. അപ്പോൾ നമ്മളിവിടെ പറയാം 1, 10, 100, 1000. 1000 സ്ഥാനം അല്ലേ?
1000 ആണ് എന്ത് 9ൻ്റെ സ്ഥാനം. എന്തുകൊണ്ട് ഗുണിക്കണം? 9 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്രയായിരിക്കും നമ്മുടെ സ്ഥാനവില? 9000. ഇത് എത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഈ ചോദ്യം നോക്കിക്കേ, 2ൻ്റെ സ്ഥാനവില ചോദിച്ചേക്കണം അല്ലേ. അപ്പോൾ ഇതാക്കണം ഒറ്റ 10 100. അപ്പോൾ 100 ആണല്ലോ. അപ്പോൾ 2 ഗുണിക്കണം 100 എത്രയാ? 200. ഇപ്പോൾ മനസ്സിലായല്ലോ, സ്ഥാനവില കാണാൻ പഠിച്ചല്ലോ, മുഖവില എന്താണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഇനി കുറച്ച് പ്രോബ്ലംസ് ഇതിലെ ചെയ്തു നോക്കാം. ദേ ചോദ്യം നോക്കൂ. 1 2 3 4 5 6 എന്ന സംഖ്യയിൽ 4ൻ്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 1 2 3 4 5 6 എന്ന സംഖ്യയിൽ 4ൻ്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം 1 2 3 4 5 6 ഇതാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇതിൽ ആരെയാണ് കാണേണ്ടത്? 4നെ കാണണ്ടേ. 4ൻ്റെ സ്ഥാനവില കാണണ്ടേ. അപ്പോൾ ആദ്യം ദേ ഒറ്റ 10 100. ഒറ്റ 10 100 അല്ലേ, 100 ആണ്. അപ്പോൾ നമ്മുടെ സ്ഥാനവില എത്രയായിരിക്കും? സ്ഥാനവില എത്രയാണ്? 4 ഗുണിക്കണം 100 എത്രയായിരിക്കും? 400. മുഖവില എത്രയാണ്? മുഖവില എത്രയാണ് നിങ്ങൾക്ക് അറിയാലോ. അതെ 4ൻ്റെ മുഖവില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 തന്നെ. അതിൽ ഇനി വേറെ നോക്കാനില്ല, ഇതുപോലും നോക്കണ്ട. 4ൻ്റെ മുഖവില എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 4 തന്നെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി എന്താ നമ്മളോട് വേണ്ടേ? ഈ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 400-ൽ നിന്ന് ഈ 4 കുറച്ചാൽ മതി. എത്ര കിട്ടുക? 396. സിമ്പിൾ അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ഒറ്റ 10 100 1000 10000 ലക്ഷം 2,78,907 എന്ന സംഖ്യയിൽ 9ൻ്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള തുകയാണ് നേരത്തെ വ്യത്യാസം ചോദിച്ചത്. ഇവിടെ തുകയാണ് ചോദിച്ചത്. ഇത്രയുള്ള വ്യത്യാസം വരാൻ കേട്ടോ ചോദ്യങ്ങൾ തമ്മിൽ. അപ്പോൾ 9ൻ്റെ സ്ഥാനവില കാണുകയാണ്. സ്ഥാനവില കാണുമ്പോൾ ആദ്യം സ്ഥാനവില നോക്കുകയാണ് 9ൻ്റെ. അപ്പോൾ അതാക്കണം ഒറ്റ 10 100. 100 ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? 9 ഗുണിക്കണം 100 എത്രയാണ്? 9 ഗുണിക്കണം 100 900. ഇനി അപ്പോൾ നമ്മുടെ മുഖവില എത്രയാ? മുഖവില കാണാൻ സംഖ്യ തന്നെ വേണമെന്നുണ്ടോ? ഇത് വേണമെന്നുണ്ടോ? ഇല്ല. നമുക്ക് ഇവിടുത്തെ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ മതി. എത്ര മുഖവില? 9. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാ? 9. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള തുക കാണാൻ പറയുമ്പോൾ ഇത് രണ്ടും കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 909. സിമ്പിൾ ചോദ്യം അല്ലേ? സിമ്പിൾ ചോദ്യം അല്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. അടുത്ത ചോദ്യം നോക്കാം. ഇതേ ഒരു ചെറിയ വ്യത്യാസമുള്ള ചോദ്യം, ഒരു വെറൈറ്റി ചോദ്യം. 3676 എന്ന സംഖ്യയിൽ 6ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. 3676 എന്ന സംഖ്യയിൽ 6ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. കാരണം ഇവിടെ 2 6 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫസ്റ്റത്തെ 6ൻ്റെ സ്ഥാനവില എത്രയാ? ഒന്നാമത്തെ ഈ 6ൻ്റെ സ്ഥാനവില എത്രയാ? ഒറ്റ 10 100. 100 ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? 6 ഗുണിക്കണം 100 എത്രയാ? 600. അതേപോലെ ഇയാളുടേതോ? ഇയാൾ 6 ഒറ്റയുടെ സ്ഥാനത്താണ്. ഒറ്റയാണ് അല്ലേ. അപ്പോൾ 6 ഗുണിക്കണം 1 എത്രയാ? 6. ഒറ്റ 10 100 അറിയില്ലേ? ഒറ്റ 10 100 1000 10000. അപ്പോൾ അങ്ങനെയാണ് ഗുണിച്ച് പോവുക. അപ്പോൾ ആ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇവ തമ്മിലുള്ള സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. 600-ൽ നിന്ന് 6 കുറയ്ക്കാൻ പറഞ്ഞാൽ എത്രയായിരിക്കും ഉത്തരം? 594. സിമ്പിൾ ചോദ്യമല്ലേ? സിമ്പിൾ ചോദ്യമല്ലേ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിലൊരു ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ. എന്താണ്? 12.256 എന്ന സംഖ്യയിൽ 6ൻ്റെ സ്ഥാനവില കാണാനാണ് പറഞ്ഞത്. ദശാംശ സംഖ്യകളാണ് തന്നിട്ടുള്ളത്. എന്താ തന്നിട്ടുള്ളത്? ദശാംശ സംഖ്യകളാണ് തന്നിട്ടുള്ളത്. ദശാംശ സംഖ്യകൾ തരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ദശാംശ സംഖ്യകൾ തരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. 12.256 എന്ന ചോദ്യത്തിൽ ഇതിൽ ദശാംശ സംഖ്യകൾ തന്നതുകൊണ്ട്, ഈ ദശാംശ സംഖ്യ തന്നതുകൊണ്ട് ഇതിൻ്റെ ഈ 2ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഇത് എത്രയാണ്? അത് ഒറ്റ, ഇത് 10. അത് ഓക്കെയാണ്. പക്ഷേ ഈ വലത്തോട്ട് പോകുമ്പോൾ, ഇനി വലത്തോട്ട് പോകുമ്പോൾ നിങ്ങളിത് പഠിച്ചതായിരിക്കും സ്കൂളുകളിൽ ചെറിയ ക്ലാസ്സിൽ. ഈ 2ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 2ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10-ൽ 1. 10-ൽ 1. ഈ 5ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്ഥാനം എത്രയായിരിക്കും? 100-ൽ 1. ഇവിടെയാണെങ്കിലോ 1000-ൽ 1. മനസ്സിലായോ? സംഭവം എങ്ങനെ പോകണേ മനസ്സിലായോ? 10-ൽ 1, 100-ൽ 1, 1000-ൽ 1. അടുത്തെത്രയായിരിക്കും? 10000-ൽ 1. ഒരു സ്പേസ് മാറിക്കഴിഞ്ഞാൽ 1,00,000-ൽ 1. ഒന്നും കൂടി മാറിക്കഴിഞ്ഞാൽ 10,00,000-ൽ 1. അങ്ങനെയായിട്ട് മാറും. അപ്പോൾ ഇവിടെ പോയിന്റിന് ശേഷം ആദ്യം വരുന്നത് 10-ൽ 1, രണ്ടാമത് വരുന്നത് 100-ൽ 1, മൂന്നാമത് വരുന്നത് 1000-ൽ 1. ആ 0
ഇവിടെ ഇപ്പോൾ ഒരു സ്ഥാനം മാറിയിട്ടാകുമ്പോൾ 1 0, ഇവിടെ 2 സ്ഥാനം മാറുമ്പോൾ 2 0, 3 സ്ഥാനം മാറുമ്പോൾ 3 0. ആ സംഭവമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിൽ 6ൻ്റെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ ഇതിൻ്റെ സ്ഥാനം ആദ്യം ഞാൻ പറഞ്ഞുതരാം. 6ൻ്റെ സ്ഥാനം എത്രയാണ്? ദേ ഈ 6 ആണ് വേണ്ടത്. അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നതാണ് എന്ത്? 1001. എത്രയാണ്? 1001. ഈ 6ൻ്റെ മുഖവില എത്രയാണ്? 6ൻ്റെ മുഖവില എത്രയാണ്? നിങ്ങൾക്ക് പഠിച്ച ഈ പോയിന്റ് കണ്ടൊന്നും പേടിക്കണ്ട. 6ൻ്റെ മുഖവില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് എന്താ? സ്ഥാനവില കാണാൻ വേണ്ടിയിട്ട് മുഖവിലയെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? സ്ഥാനം കൊണ്ട് ഗുണിച്ചാൽ മതി. സ്ഥാനം എത്ര? അതെ 1/1000 അല്ലെങ്കിൽ 1001. അപ്പോൾ എന്ത് ചെയ്യുന്നു? 1/1000. അതായത് ഇതെങ്ങനെ എഴുതാം? 6/1000 എന്നുള്ള രീതിക്ക് എഴുതാം. ഓക്കെ ആണല്ലോ? 6ൻ്റെ സ്ഥാനവില കാണാൻ പഠിച്ചല്ലോ. അപ്പോൾ ഈ ചോദ്യം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് റെഡി ആയിക്കോളും. 25.763-ൽ 7ൻ്റെ സ്ഥാനവില കാണുക. ഇത് ഒറ്റയുടെ സ്ഥാനമാണ്, അത് നിങ്ങൾക്കറിയാം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് 7ൻ്റെ സ്ഥാനവില. 7ൻ്റെ മുഖവില എത്രയാണ്? 7 ആണ് അല്ലേ? ഓക്കെ ആണല്ലോ? അതവിടെ നിന്നോട്ടെ. ദേ ഈ 7ൻ്റെ സ്ഥാനം എത്രയാണ്? 10-1. ഈ 6ൻ്റെ സ്ഥാനം എത്രയാണ്? 100-1. ഈ 3ൻ്റെ സ്ഥാനം എത്രയാണ്? 1001. നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കൂ, 7ൻ്റെ സ്ഥാനം എത്രയാണ്? 10-1. അപ്പോൾ നമ്മുടെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7/10 ചെയ്താൽ മതി. മനസ്സിലായോ? ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. 325.84. ഇതിൽ 4ൻ്റെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് പറഞ്ഞേ. 4ൻ്റെ സ്ഥാനവില, 4ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇത് 1/10 ആണ്. ഇത് 1/100 ആണ്. 100-100 ആണ്. അങ്ങനെയാണെങ്കിൽ 4ൻ്റെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 4/100. 4ൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 4/100. 4ൻ്റെ മുഖവില എത്രയാണ്? 4 തന്നെ. അതൊരു പോയിന്റിന് അപ്പുറമാണോ ഇപ്പുറമാണോ ഒന്നുമില്ല. 4ൻ്റെ മുഖവില ചോദിച്ചാൽ 4 തന്നെ. പക്ഷേ എന്താണ്? സ്ഥാനവില ചോദിച്ചാൽ തെറ്റിക്കരുത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. സ്ഥാനവിലയും മുഖവിലയും തമ്മിൽ പറയാനുള്ളത് അത്ര മാത്രമാണ്. അപ്പോൾ ഇതിലാകെ ഒറ്റ കാര്യം നോക്കിയാൽ മതി. എന്താണ് മുഖവില? മുഖവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യയെ തന്നെയാണ് എന്ത്? മുഖവില എന്ന് പറയണത്. ഏത് സംഖ്യയാണോ ആ സംഖ്യ തന്നെയാണ് മുഖവില. ഇനി അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥാനവില എന്താണെന്ന് നോക്കാൻ പറഞ്ഞാൽ, സ്ഥാനവില എന്താണെന്ന് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ മുഖവിലയെ എന്തുകൊണ്ട് ഗുണിക്കുക? സ്ഥാനം കൊണ്ട് ഗുണിക്കുക. മുഖവിലയെ സ്ഥാനം കൊണ്ട് ഗുണിക്കാനാണ്. അത്ര ഓർത്താൽ മതി. നിങ്ങൾക്ക് എല്ലാ മാർക്കും ഇതിലുള്ള ഒരു മാർക്ക് എന്തായാലും തെറ്റാതെ കിട്ടും. ഓക്കെ ആണല്ലോ? ഈ ടോപ്പിക് എന്ന് പറയാനുള്ള കാര്യം ഇത്രയാണ്. ഇതിൻ്റെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിത്തെ അല്ല, ഇതിൻ്റെ ബാക്കി നമ്പേഴ്സ് എന്നുള്ള ഭാഗത്തുള്ള കുറച്ചുള്ള ക്വസ്റ്റ്യൻസ്, മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടിയുണ്ട്. അത് വേറൊരു ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ഓരോ ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.